കൂട്ടുകാരെ, ഞാനിന്ന് നമ്മുടെ കട്ടപ്പനയിലെ ഗ്രേഡിംഗ് കമ്പനിയിലാണ് വന്നിരിക്കുന്നത്. ഏലക്ക ഗ്രേഡിംഗ് കേട്ടോ. ഏലക്ക ഗ്രേഡ് ചെയ്യുന്ന ബാക്കി കാര്യങ്ങളെല്ലാം പഴയ ഉടമസ്ഥൻ അനീഷ് നിങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. എന്നൊക്കെ ഉണ്ട് ഇവിടെ പരിപാടികളൊക്കെ പരിപാടികൾ മെയിനായിട്ട് ചെയ്യുന്നത് ഏലക്ക കുരുമുളക് ഗ്രേഡിങ് സോർട്ടിങ്, പിന്നെ കുരുമുളകിനും ഉണ്ടല്ലേ? കുരുമുളകിന്റെ ഏലക്കട ഗ്രേഡിങ്ങും സോർട്ടിങ്ങും ഉണ്ട്. അതുപോലെ പിന്നെ വിപ്ലയും വാങ്ങലും സംഭവം. ഞാൻ നിങ്ങളെ സോർട്ട് ചെയ്യുന്നതും ഗ്രേഡിങ് നടത്തുന്നതും ഞാൻ കയറി അകത്ത് എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ബൈ. ഏലക്ക ഗ്രേഡ് ചെയ്യുക നിങ്ങൾ കേട്ടിട്ടില്ലേ? ഏലക്ക ആദ്യം ഇതാ ഈ മെഷീനിലൂടെയാണ് കയറ്റി കൊടുത്തത്. അതിന് സോർട്ടിങ് എന്നാണ് പറയുന്നത്. അന്ന് പറഞ്ഞാൽ ഏലക്കായ്ക്കകത്തെ പൊടിയെല്ലാം മാറ്റിക്കളഞ്ഞ് വൃത്തിയാക്കിയെടുത്തത്. അതിനുശേഷമാണ് ഗ്രേഡിങ് ചെയ്യുന്നത്. അതായത് ഗ്രേഡ് ചെയ്യുന്ന മെഷീനാണ് ഈ കാണുന്നത്. കണ്ടോ, ഓരോ പാത്രത്തിലും വീഴുന്ന ഏലക്കായയുടെ വലിപ്പത്തിൽ വ്യത്യാസമുണ്ട്. 6+, 7+, 8+, അങ്ങനെ ഓരോ ബോൾട്ടെന്നായിരിക്കും പിടിക്കുന്നത്. കണ്ടോ, ഇത് ഏറ്റവും ചെറുതാണ് കിടക്കുന്നത്. കണ്ടോ, അങ്ങനെ നമുക്ക് പലതായിട്ട് തരംതിരിക്കുന്ന സോർട്ടിങ് മെഷീനാണ് നിങ്ങൾ കാണുന്നത്. ഇതാ ഏറ്റവും ചെറുത് കേട്ടോ. മസാലയ്ക്കൊക്കെ പോകുന്നത് ഇതാണ്. അങ്ങനെ നമുക്ക് ഈ പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോഴും വലിയ കമ്പനികൾക്കൊക്കെ കൊടുക്കുമ്പം നമ്മൾ ഇങ്ങനെ വേണം കൊടുക്കാനായിട്ട്. ഞാനിത് നിങ്ങളെ കാണിക്കട്ടെ, എങ്ങനെ ഇതിൻ്റെ വലിപ്പമൊന്ന് കാണിക്കട്ടെ. എനിക്ക് തോന്നുന്നു ഇത് 7+, കേട്ടോ. നല്ല ഭംഗിയല്ലേ കാണാൻ, നല്ല സുന്ദരനായിട്ടിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ചെറുതാ ഇത് ഈ കാണുന്നത്, കുറച്ചുകൂടെ ചെറുതാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇനി ഇത് രണ്ടിനേക്കാളും വലുതാണ് ഇത് കണ്ടോ. ഇത് 8+ ആണ്. ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഏലക്കാട് അരി വരെ ഉണ്ട് കേട്ടോ. നല്ല കറുത്ത നല്ല അരി വരെ ഉണ്ട് ഇവിടെ. വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കണ്ടോ. അപ്പൊ ഞാൻ കടയുടെ പേര് AJP സ്പൈസസ്. കട്ടപ്പനയിൽ നിന്ന് പുളിമലയ്ക്ക് വന്ന വഴിയിൽ AJP സ്പൈസസ്. ഓക്കെ.